നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നെന്മാറയിലാണ് ഞാൻ നിൽക്കുന്നത്, പാലക്കാട് ജില്ലയിൽ. ഇവിടെ ഐരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗി വളരെ സൂപ്പറാണ്. ഇവിടെ ഒരു മലയുണ്ട്. ആ മലയുടെ പേര് വെച്ചാണ് ഈ ഒരു പേരുണ്ട്. അകിലുകൾ കൂടുതലുള്ള ഒരു മലയാണത്. അത് വെച്ചാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേരുണ്ടായെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിളക്കുകൾ, കിണ്ടി, ഓട്ടുപാത്രങ്ങളൊക്കെ വാർക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം ഒരു 3-3.5 ദിവസം നമ്മൾ മാക്സിമം ഇവിടെ താമസിച്ചിട്ടാണ് ഇതിന് ആദ്യം തൊട്ട് ഏകദേശം ഇത് വാർത്തെടുക്കുന്ന രീതി വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ഷൂട്ടിന് വേണ്ടിയാണ് മാത്രം ഞങ്ങളിവിടെ എത്തിയത്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു കൈപ്പണി എന്താണെന്നും, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പം അത് ഇത്ര തിളങ്ങി കിട്ടുന്നത് എത്ര കഷ്ടപ്പെട്ടതാണെന്ന് പൊതുജനങ്ങൾ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് എത്തിയത്. അപ്പോൾ വാസ്തു വിളക്ക് എന്ന് പറയുന്ന ഒരു വിളക്കുണ്ട്, ഐരൂർ വാസ്തു വിളക്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് വീട്ടിൽ കത്തിച്ചാൽ വളരെ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്, ആമയൊക്കെ ഉണ്ട്. അതിൻ്റെ ആ വിശേഷങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ഐരൂർ ശിവക്ഷേത്രമാണ്, ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് സ്വാമി നമ്മളോട് സംസാരിക്കും. അതും കൂടെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ നാടിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് സ്വാമി തരും. ഞങ്ങൾ ഈ പഴമ അറിയാനായിട്ട് പാലക്കാട് വന്നതാണ്. പാലക്കാടിൻ്റെ പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഐരൂർ ഗ്രാമത്തെക്കുറിച്ച് ഞങ്ങളിങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ട്, പക്ഷേ പല വാർത്തകളിലും കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഇദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. എനിക്ക് എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ പറയാം. ഓക്കെ, ഇതിൻ്റെ പേര്? എൻ്റെ പേര് AG ശ്രീകൃഷ്ണ ശർമ്മ. എൻ്റെ അച്ഛൻ്റെ പേര് AR ഗണേഷ്. എന്ത് ചെയ്യുന്നു? എനിക്ക് വന്നിട്ട് ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, നാട്ടിൽ തന്നെയാണ്. നെന്മാറ പറഞ്ഞ ചെറിയൊരു ടൗൺ ഉണ്ട് അടുത്ത് തന്നെ, ഐരൂരിൻ്റെ അടുത്ത് തന്നെ. അവിടെ ആയിട്ടാണ് എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഐരൂരിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് മഹാരഥന്മാർ ജനിച്ച ഭൂമിയാണ് ഐരൂര്. ഓക്കെ, പണ്ട് മെയിനായിട്ട് പാലക്കാട് ഞങ്ങളെ പോലുള്ള തഞ്ചാവൂരിൽ നിന്ന് മാറി ഇങ്ങോട്ട് മൈഗ്രൈൻ ചെയ്ത് വന്ന തമിഴ് ബ്രാഹ്മിൻസ് ഉള്ള ഒരു ഗ്രാമമാണ് ഐരൂര്. മെയിനായിട്ട് പണ്ടൊക്കെ ഒരു 120 വീടുകളോളം ബ്രാഹ്മിൻസിൻ്റെ, ഈ ഗ്രാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 120 വീടുകളോളം ഈ അഗ്രഹാരത്തുണ്ടായിരുന്നു, ബ്രാഹ്മിൻസിൻ്റെ മാത്രമായിട്ട്. അതിനുശേഷമാണ് ഇവിടെ ഗ്രാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ തെക്കേത്തറ, പടിഞ്ഞാത്തറ അങ്ങനെ വിവേചിച്ച് പോകുന്നത്. ഇതിന് മെയിനായിട്ട് ഐരൂരിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ പുഴ കടന്നു വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് വഴിക്കുന്ന ഒരു വിഘ്നേശ്വരൻ്റെ ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐരൂർ മഹാശിവക്ഷേത്രത്തിലെത്തും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ് ഐരൂർ അഖിലേശ്വര ക്ഷേത്രം. അതിൻ്റെ അകത്ത് തന്നെ പടിഞ്ഞാറ് വടക്ക് മുക്കായിട്ട് പാർശ്വനാഥിലെ അമ്പലവും വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലുള്ള ഒരു ക്ഷേത്രമാണ് ഐരൂർ അഖിലേശ്വര ക്ഷേത്രം. ഓക്കെ, 3 നേരം നിത്യം ശീവേലി കാര്യങ്ങളൊക്കെ ഇന്നും നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഐരൂർ ക്ഷേത്രം. നമ്മുടെ ആ പേരിനെ കുറിച്ച് നമുക്ക് സാധാരണ എല്ലാ ഈ ക്ഷേത്രത്തിന്റെ മെയിൻ വിശേഷം എന്ന് പറയാൻ ധനുമാസ തിരുവാതിരയാണ്. ധനുമാസ തിരുവാതിര, മകീരം തിരുവാതിര, മകീര വളക്കും തിരുവാതിര ദിവസം. ഇത് രണ്ടെണ്ണമാണ് ശിവന് വളരെ വിശേഷമായിട്ട് ഇവിടെ തിരുവാതിരയായിട്ട് നമ്മൾ നടത്തി വരാറുള്ളത്. വളരെ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് തിരുവാതിര. അതുപോലെ നമ്മുടെ ഈ ഇവിടുത്തെ പ്രതിഷ്ഠയെ കുറിച്ചുള്ള, ഇവിടെ പ്രതിഷ്ഠ ശിവനാണ്. ഓക്കെ, കരപ്രതിഷ്ഠ എന്ന് പറയും. കരരാക്ഷസൻ എന്ന് പറഞ്ഞ രാക്ഷസൻ സ്ഥാപിച്ച ഒരു അമ്പലമാണിത്. ഓക്കെ, 3 ക്ഷേത്രങ്ങളാണ് അങ്ങോട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അതിലൊന്ന് തൃപ്പാറൂർ, ഒന്ന് പല്ലാവൂർ, ഒന്ന് ഐരൂർ. ഇങ്ങനെ 3 ക്ഷേത്രങ്ങളാണ്. വളരെ വിശേഷമാണ്. ശിവന്റെ വലതുഭാഗത്തായിട്ടാണ് ഇവിടെ നന്ദി ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ക്ഷേത്രമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ നെന്മാറ നെല്ലിക്കുറങ്ങ ഭഗവതി ഉണ്ട്. മീനമാസത്തെ വേലയാണ് അവിടെ പ്രധാനം. ആ ഭഗവതി ഇരിക്കുന്നത് ഈ ഐരൂർ ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്ന് മീനം 1-ാം തീയതി എഴുന്നേൽച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേല കഴിഞ്ഞ് 21 തിരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കലാണ് പതിവ്. ഈ പേര് വരാൻ കാര്യം എന്തോ? ഈ സ്ഥലത്തിന്റെ പണ്ട് അഗിരി മരങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമായിരുന്നു
അയിരൂര് അഖിലേശ്വരപുരം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, എന്നെയും വെച്ച് കൂടുതൽ കാരണവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എനിക്കറിഞ്ഞ ചെറിയ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അഗ്നിമരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അഖിലേശ്വരപുരം എന്നായി, പിന്നെ അത് മാറി മാറി അയിരൂരെന്ന് ഇപ്പോൾ അഖിൽ മരം, നമ്മൾ ചന്ദനത്തിന്റെ ഇതോടെ അഖിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ അയിരൂർ വാസ്തുവിളക്ക് നിർമ്മാണം ചേട്ടനും അനിയനും കൂടാണ് ചെയ്യുന്നത്. ഇപ്പം ഈ നാട്ടിൽ ഈ രണ്ടുപേരേ ഉള്ളൂ ഇങ്ങനെ ആലയുള്ളതും അതുപോലെ ഈ വിളക്ക് നിർമ്മിക്കുന്നതും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വിളിക്കുന്നത്. എൻ്റെ പേര് മാണിക്കൻ. മാണിക്കൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പേര് മുരുകൻ. ഓക്കെ. നാട്ടിൽ പ്രത്യേക അല്ല അങ്ങനെയുള്ള പേര് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ പരമ്പരയായിട്ട് ഈ സാധനം ഉണ്ടായിരുന്നതായിരുന്നു. വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വീടിനോട് ചേർന്നാണ് ഈ സംഭവം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ചേരുന്ന ലോഹങ്ങൾ എന്തൊക്കെയാണ്? ലോഹങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈ ചെമ്പും വെളുത്തിയും കൂടി അതാണ് ഒറിജിനൽ ഓട്. പിന്നെ വേറെ മെറ്റല ചേർക്കുന്നത് ഈ പല നമുക്ക് വരവ് കിട്ടുന്നത് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ അളവുകൾ എങ്ങനെ? ഈ വാസ്തുവിളക്ക് വന്നിട്ട് ഇത് ടച്ച് പ്രകാരമാണ് പണിയുന്നത്. അപ്പൊ എത്ര അളവ്? ഇത് വന്നിട്ട് ജപം കണക്ക് ഇതിൽ എടുത്തിരിക്കുന്നത്. എത്ര ജപം? 117 ജപം എടുത്തിട്ടുണ്ട്. 117. ഓക്കെ. അപ്പൊ ഏകദേശം വലിപ്പം വരുമ്പോ എത്ര? വലിപ്പം നമ്മള് പറഞ്ഞ ഒരു സെന്റിമീറ്റർ നമ്മൾ മറ്റേ ഇഞ്ച് കണക്കാവുമ്പോ നമുക്ക് ഇത്ര 18 ഇഞ്ചാണ്. 18. ഏകദേശം 1.5 അടി കൂടുതലാണ് നമ്മുടെ ഈ വിളക്കിന്റെ ഒരു ഹൈറ്റ്. അത് ആ ഒരു കണക്കാണ്. അപ്പൊ ആ കണക്ക് പ്രകാരമാണ് നമ്മുടെ വീടുകളിൽ ഈ വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ വാസ്തുദോഷങ്ങളും കൂടാതെ നമുക്ക് ഒത്തിരി ഐശ്വര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് താഴെ ആമ തൊട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിളക്ക് കാണുമ്പോൾ മനസ്സിലാവും. സാധാരണ വിളക്കിൽ ഒത്തിരി വ്യത്യസ്തമായിട്ടൊരു വിളക്കാണിത്. എല്ലാ വീടുകളിലും പണ്ട് കാലത്ത് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുടുംബമാണ്. ഇവിടെ പണ്ട് തൊട്ടേ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. വീണ്ടും അവർ ഇതിനെ കുറച്ചുകൂടെ അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തി ഇപ്പോൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വന്ന് കാണാനും ഇത് പിന്നെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ഇവിടെ കിണ്ടി ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ അച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കിണ്ടിയുടെ അച്ച്. ഈ അച്ച് കഴിഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്തതിന് ശേഷം മെഴുക് പിടിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പിന്നെ ഡൈയിൽ തേക്കാനുള്ള ചെളിയാണ് ഇത്. പിന്നെ ഈ ചെളിയാണ് അതിൻ്റെ മുകളിൽ പുരട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്നത്. ഈ ഫിനിഷ് ചെയ്യുന്നതിന് ശേഷമാണ് മെഴുക് അതിൻ്റെ മുകളിൽ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള പുറ്റുമണ്ണും ചാണകവും കൂടാണ്. ഇത് നമ്മളിപ്പോൾ മെഴുക് പിടിച്ച് ഡൈ ആക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ചെളി പിടിക്കാൻ പോവാ. ആ അതെ. അപ്പൊ ഇതിന്റെ പേരെന്തുവാ? ഇതിന് നാരായം പറയും, പിന്നെ അച്ചോലും പറയും. അച്ചോലോ അല്ലെങ്കിൽ നാരായം പറയും. അപ്പൊ ഇതില് ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇവിടെ മാർക്കുണ്ട്. ഇവിടെ ഒരു മാർക്ക് ഉണ്ട്. അപ്പൊ അതേമാതിരി ഇവിടെ ഒരു മാർക്ക് ഉണ്ട്. ഇതിൽ മാർക്കുണ്ട്. അതില് കറക്റ്റ് ആയിട്ട് ഇടണം. ഓ ശരി. എന്നിട്ട് നമ്മൾ അതിന് ടൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മള് ഇതില് സെറ്റ് ചെയ്യും. ഇത് കൂട്ടച്ച് പറയും. കൂട്ടച്ച്. ഈ ഫ്രെയിമിന് കൂട്ടച്ച് എന്നാ പറയുന്നില്ലയോ? ഇതാ നമ്മൾ നേരത്തെ കുഴച്ച മണ്ണ്. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് തേച്ച് കൊടുക്കും. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഡൈ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ മണ്ണ്, ആ ചെളി ഉണ്ടല്ലോ, ആ ചെളി പിടിക്കുക. ആ ചെളി പിടിച്ച് ഒരു ഫിനിഷിങ് വരുത്തുക. എന്ന് പറഞ്ഞാൽ മെഴുകിന് മുമ്പുള്ള ഒരു ഫിനിഷിങ് വരുത്തുക. ഈ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഴുക് പിടിക്കുന്നത്. ഇതൊരു കിണ്ടിയുടെ മോൾഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെള്ളം എടുക്കുന്ന കിണ്ടിയില്ലേ പഴയ കാലത്തെ, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കിണ്ടി എന്താണെന്ന് ചോദിച്ചാൽ മെഷീനിൽ ചെയ്യുന്ന കിണ്ടികളാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ ഇത് എല്ലാം ഹാൻഡ് മെയ്ഡാണ്. കൈ കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കി. ഇതിന് വാല് സഹിതം കൈ കൊണ്ട് ഉണ്ടാക്കി നമ്മൾ വാർത്തെടുക്കുന്ന ഒരു രീതിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തുക. നമ്മൾ തടിയൊക്കെ കടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തടിയൊക്കെ കടഞ്ഞിങ്ങനെ എടുക്കുന്നത്. അതേപോലെയാണ് ഇവർ ഈ ചെളി പിടിച്ചിട്ട് ഇത് കടഞ്ഞ് കറക്റ്റായിട്ട് എടുക്കുന്നത്. ഇതിന് അളവൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള അളവാണ്. ഒരു പ്രത്യേകിച്ചൊരു അളവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് മനസ്സിലും കൈയുടെ അടക്കവും കൊണ്ട് മാത്രം, എക്സ്പീരിയൻസിൽ മാത്രമാണ് ഈ സാധനം കറക്റ്റായിട്ട് വരുന്നത്. നമ്മളിനി മെഴുക് പിടിക്കാൻ പോവാം. ഇതിപ്പം മണ്ണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാ മെഴുക്. ഈ മെഴുകിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത്? കുങ്കില 1 കിലോ കുങ്കില, തേമെഴുകി 400 ഗ്രാം,
ആ പിന്നെ തിരുമെഴുക് 200 ഗ്രാം, ആ പൊട്ടെണ്ണ 300, ആ ഇതെല്ലാം ചേർത്തിയുള്ള മെഴുകാണ് ഈ സാധനം. ഇത് അങ്ങനെ ചേർത്തതായത് ചേർത്ത് എല്ലാം കൂടി ഉരുക്കി നമ്മ വേറെ പാത്രത്തിൽ അരിച്ചിട്ട് അത് നമ്മൾ ചൂടാറിയ ശേഷം ഇത് പീസായിട്ട് എടുക്കും. ഓ ഇങ്ങനെ ആ ആ ആ എന്നിട്ട് നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടു ഇട്ടു ആ ആ ആ അതിനുശേഷം ചൂടുവെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ ഈ മെഴുകിനെ ഈ കറുപ്പുള്ള മെഴുകിനെ നമ്മ വെള്ളയാക്കി ഇങ്ങനെ അത് ശരിക്കും മിക്സ് ചെയ്ത് മരത്തിൽ വെച്ചിട്ട് നമ്മൾ അടിച്ച് മിക്സാക്കി വെള്ള കളർ വരണം. ഇതാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇതിൽ നമ്മ മെഴുകിൻ്റെ തിക്നെസ് ആണ് നമുക്ക് മെറ്റൽ ചെല്ലുന്നത്. ആ ഓ ശരി. അപ്പം ഇതിൻ്റെ മുമ്പ് ഇതിലൊരു ഇതിൻ്റെ തിക്നെസ് അറിയാൻ വേണ്ടി നമ്മൾ ഒരു നമ്മൾ ചെയ്യും. ആ ആ കുറച്ച് വന്നിട്ട് ഇതിൻ്റെ തിക്നെസ് അറിയാൻ വേണ്ടിയിട്ടുള്ള മെഴുകാണ് കറുപ്പ് മെഴുക്. ഇതാണ് നമ്മുടെ ഓടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കനം. ഈ കനത്തിലാണ് നമ്മൾ വാർക്കുന്നത്. അപ്പോൾ ആ കനത്തിൽ വാർക്കാൻ വേണ്ടി ഇതിനാദ്യം ഒരു സൈഡിൽ ഇത് ഒട്ടിച്ചു കഴിഞ്ഞ് ഇത് കറുപ്പ് പോലെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് മറ്റേ വെള്ള മെഴുകു പോലെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ചന്ദന കളറ്. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ കറുപ്പ് പോലെ ഈ മെഴുകാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കനം. ഈ കനം വെച്ചിട്ടാണ് ഈ മെഴുക് പിടിക്കുന്നത്. ആ ഇതാണ് നമ്മുടെ അളവ്. ഇത് തേക്കുന്നത് മെഴുക് ഒട്ടിപ്പിടിക്കാൻ. പൊളിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് മെഴുക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാ ഇത് ഇതിങ്ങനെ മറ്റേ നമ്മളത് മാർക്ക് ചെയ്യുന്ന പോലെ. ഓ ശരി 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 ശരി. നമ്മുടെ മെഴുക് സെറ്റ് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ അളവെല്ലാം വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെഴുക് സെറ്റ് ചെയ്യുക. ചുറ്റും മെഴുക് സെറ്റ് ചെയ്യുക. ഇത് കറക്കാനായിട്ട് മെഷീനൊന്നുമില്ല, കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത്. വേറെ മെഷീനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കൈ കൊണ്ട് തന്നെ കറക്കിയിട്ടാണ് ചെയ്യുന്നത്. ചൂടാക്കിയ കമ്പിയുടെ കഷ്ണം കൊണ്ടാണ് ഇതിനെ കറക്റ്റ് മെഴുക് പിടിച്ച് ആ ലെവലാക്കി എടുക്കുന്നത്. മണ്ണിൽ ചെയ്യുന്ന അതേ വർക്കാണ് മെഴുകിലും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മെഴുക് എത്ര ഫിനിഷാണോ ആ ഫിനിഷാണ് നമ്മൾ ചെയ്യുന്ന ഓടിൻ്റെ ഫിനിഷ്. നമ്മുടെ കിണ്ടിവാല് പിടിക്കുക. ഇത് ചാണകവും മണ്ണും കൂടെ ചേർത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കിണ്ടിവാല് പിടിക്കുന്നത്. ഇതാ നമ്മുടെ പിന്നെ കിണ്ടിയുടെ മറ്റേ അടി ഇരിപ്പ് പറയും. രണ്ടാമത്തെ ഇരിപ്പ്. ഇനി നമ്മൾ ഇടാൻ പോണത് അടിയത്തെ ഇരിപ്പ്. ഓ ശരി ശരി. അടിവശം കിണ്ടി ഇരിക്കുന്ന ഇരിപ്പിടം. ഏകദേശം മെഴുകുപിടുത്തത്തിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പം കാണുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തൊട്ട് കണ്ടല്ലോ, അതിനൊരു ഫൈനൽ സ്റ്റേജാണ്. ഇനി ചെറിയ മിനുക്കുമണികൾ മാത്രമേ ഉള്ളൂ. ഇതിനും വെച്ച് ഒരു പൊടിക്ക് ഇത് മുകളിൽ ഇത്തിരി വട്ടം കൂട്ടണം. ഇതിനെക്കാട്ടി കൂടുതലായി ഈ വട്ടം. ഇതിനും വെച്ച് 1 ഇഞ്ച് കൂടുതൽ വട്ടം അതിൽ വെച്ചാൽ ഈ മറ്റേ കിണ്ടിക്കുള്ള ഷേപ്പ് ശരിക്കും എടുത്ത് കാണിക്കുള്ളൂ. കറക്റ്റ്. അതായത് ഒരു പൊടിക്ക് നമ്മൾ കൂട്ടാൻ കാരണം നമ്മളെ കിണ്ടി പിടിക്കുന്നത് എങ്ങനെയാണ് ഈ 3 വിരൽ 4 വിരൽ നമ്മൾ പിടിക്കുകയുള്ളൂ. ഈ ഇതിലെ നമ്മൾ പൊക്കിയിട്ട് കിണ്ടി എടുക്കുകയുള്ളൂ. ഈ വിരളെ തന്നെ തൂങ്ങിയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ തൂക്കിയെടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് കടച്ചിലെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിണ്ടിയുടെ വാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണ് പിടിക്കും. ഇതിൻ്റെ മുകളിൽ മണ്ണ് പിടിച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക് ഉരുക്കി മാറ്റുന്നത്. മെഴുക് ഉരുക്കി മാറ്റിയതിന് ശേഷം ഇതിനകത്ത് ലോഹം ഉരുക്കി ഒഴിക്കും. ഈ മെഴുകാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ കറുപ്പിലുള്ള അളവിന് വേണ്ടി. അപ്പോൾ ഇതനുസരിച്ചാണ് ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്, ഈ മെഴുകെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷാണ്. അപ്പോൾ ഇതിനകത്ത് 2 മണ്ണ് പൊതിഞ്ഞതിന് ശേഷമാണ്, ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ മെഴുക് ഉരുക്കി മാറ്റി അതിന് മുകളിൽ ആ മെഴുക് ഉരുക്കിയ സ്ഥലത്തൂടെ തന്നെ നമ്മൾ ലോഹം ഉരുക്കി ഒഴിക്കും. നമ്മുടെ ഇപ്പോൾ ഫിനിഷായ കിണ്ടിയായത്
സ്വർണത്തിനേക്കാട്ടി തിളക്കമാണ്, സ്വർണത്തിനേക്കാട്ടി നല്ല സൂപ്പറാണ് കാണാൻ. ഇതാ നമ്മുടെ ഇപ്പോൾ ഫിനിഷ് ആയ കിണ്ടി. നമ്മളിപ്പോൾ ആദ്യം തൊട്ടേ മണ്ണ് പിടിച്ചിടം തൊട്ട് മെഴുക് ഇട്ടിടം തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഫിനിഷിങ് ആയിട്ട്. നമ്മളിവിടെ ഈ ഒരു പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും, കേരളത്തിലേക്കുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കുള്ള പിന്നെ പ്രഭയും ശില്പങ്ങളും ഒക്കെ ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കടവന്തറ ക്ഷേത്രത്തിലേക്ക് ചെയ്ത ഒരു പ്രഭയാണ് നമ്മൾ കാണുന്നത്. മെഴുക് ഉരുക്കി തിരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് ലോഹം ഉരുക്കി ഒഴിക്കണം. ഇതെടുത്ത് നമ്മുടെ മെഴുകുരുക്കാനായിട്ട് ഒലയിലേക്ക് വെക്കുക, ഉരുക്കാൻ വേണ്ടി വെക്കുക. ഇത് താഴെ നല്ല ചൂടിൽ വിറക് വെച്ച് കത്തിക്കുക. കത്തിച്ചിട്ടാണ് ഈ മെഴുക് ഉരുക്കി എടുക്കുന്നത്. ഇത് ഒരു ഇരുമ്പിൻ്റെ ഒരു പീസാണ്, ഒരു ചാല് പോലെ. അപ്പോൾ മെഴുക് താണ്ട് ഇത് ഇവിടെ മെഴുക് വരുന്നത്. ഇത് ചൂടായി കഴിയുമ്പം ഇതിനകത്ത് ഉള്ളിൽ ഈ പിന്നെ മെഴുക് ഉരുകി ഇവിടെ വീഴും, ഇതിന് താഴോട്ട് വീഴും. ഇതിന് താഴോട്ട് വീണിട്ട് ഇവിടെ വെച്ച് നമ്മൾ താഴോട്ട് ഇവിടെ നമ്മൾ പാത്രം വെക്കും. ഇവിടെ നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ ആ മെഴുക് ഉരുകി ആ പാത്രത്തിലേക്ക് വീഴും. അപ്പോൾ ഇതിന് ഉള്ളുവശം ഫ്രീ ആയിട്ടിരിക്കും. ഈ മെഴുകി നിൽക്കുന്ന സ്ഥലത്താണ് വീണ്ടും നമ്മൾ ഈ ലോഹം ഉരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ ആ സ്ഥലമെല്ലാം ഫില്ലാവും. അതിൻ്റെ വാതിലുകൾ 2 വാതിലായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിലൊരു വാതിലെടുത്തിട്ട് ഒരു ഇരുമ്പിൻ്റെ പീസ് എടുത്ത് സെറ്റ് ചെയ്താൽ അത് ഡോറായി. അടുത്ത ഡോർ എടുക്കുക. അതും മണ്ണിൽ തന്നെ ചെയ്ത ഡോറാണ്. മണ്ണ് കൊണ്ടാണ് ആ ഡോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 അടച്ചു കഴിഞ്ഞാൽ ഇനി ഇതിനുള്ളിൽ ഇരുന്ന് ഇത് നല്ല വൃത്തിക്ക് വെന്ത് മെഴുക് ഉരുകി താഴോട്ട് വീഴും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ പ്രഭയിൽ ചെയ്തേക്കുന്ന മെഴുക് ഉരുകി താഴോട്ട് വീഴുക. താഴെ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിനകത്തോണ്ടാണ് ഈ മെഴുക് വീഴുന്നത്. അപ്പോൾ തിരിച്ചുരുക്കി എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇതിനകത്ത് മെഴുക് നഷ്ടപ്പെടും. കാരണം അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് വീണുകൊണ്ടിരിക്കുക, ആ പൈപ്പ് വഴി വീണുകൊണ്ടിരിക്കുക. ഇത് ഫുള്ള് വീണ് കഴിയുമ്പം അതിൽ നിന്ന് അതിഞ്ഞെടുക്കും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് ലോഹം ഉരുക്കി ഒഴിക്കുന്നത്. മൂശയിൽ നമ്മുടെ ഓട് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുക. ഇത് ഉരുക്കിയിട്ടാണ് നമ്മുടെ ഇതിലോട്ട് ഒഴിക്കേണ്ടത്. നമ്മുടെ ഒലയിൽ വെച്ചിരിക്കുന്ന പ്രഭ അത് ഉരുക്കി നമ്മുടെ നേരത്തെ കണ്ടിരുന്നു. നമ്മൾ മെഴുകുരുക്കി മാറ്റിയതിന് ശേഷം ഈ മണ്ണ് ചൂടാവാനായിട്ട് ഒലയിൽ വെച്ച് ചൂടാക്കുക. അതിനെ ഇറക്കുക, നമ്മൾ വെളിയിലോട്ട് ഇറക്കിയെടുക്കുക. അടുത്ത് നിൽക്കാൻ പറ്റാത്ത ചൂടുണ്ട്, ആ ചൂടിലാണ് ചെയ്യുന്നത്. ഒരു 2 സൈഡിലും ചൂടാണ്, ബാക്കിലും ഫ്രണ്ടിലും ചൂടുണ്ട്.
മണ്ണ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ആക്കി. പൊളിക്കാം. മണ്ണ് വേണം. സൂക്ഷിച്ചിരിക്കണം കേട്ടോ. കുത്ത് തൊണ്ടി കുത്ത്. ആട്ടത്തോടെ തുണി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ലോഹം ഉരുക്കാനായിട്ട് അതിൽ വെച്ച് ചൂടാക്കിയ ലോഹം നമ്മൾ ആ പ്രഭയിലേട്ട് ഒഴിച്ച് നിറയ്ക്കുക. ഉരുകി ഒഴിഞ്ഞ് രണ്ടും ചൂടാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം മൊത്തം ശരിക്കും ഭയങ്കര ചൂടുള്ളൊരു സ്ഥലമാണ്. അതിനടുത്ത് പോലും ഈ മണ്ണ് ചൂടായതിൻ്റെ നമ്മളടുത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയും ചൂടാണ്. അതാണ് ഉരുകി വീണുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ വേറൊരു ഇത് വാർക്കുക. അതിനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ലോഹം ഉരുക്കി ഒഴിക്കുക. പിന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മണ്ണ് കൃത്യമായിട്ട് ചൂടായി ആ ഡൈയിലോട്ട് നമ്മുടെ ലോഹം ഉരുക്കിയ ലോഹം കൂടെ ചേർന്ന് ഉരുകി വീഴുമ്പോഴാണ് കൃത്യമായിട്ട് പിന്നെ ചൂട് കിട്ടി കറക്റ്റായിട്ട് ഉരുകി ഉറഞ്ഞു വരുമ്പോഴാണ് അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്താണോ അത് കിട്ടുന്നത്. ശരിക്കും നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളായാലും കത്തിക്കുന്ന വിളക്കായാലും ക്ഷേത്രങ്ങളിൽ ചെന്നാലും നല്ല രീതിയിൽ സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്ന ദേവീ ശില്പത്തിൻ്റെ ബാക്കിലെ പ്രഭയും അതുപോലെ ദേവീ ശില്പങ്ങളും വിളക്കുകളും ഒക്കെ കാണാറുണ്ട്. നമ്മൾ കാണുമ്പം അത് കൃത്യമായിട്ട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോരുക. പക്ഷേ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് ഏകദേശം ഒത്തിരി ദൂരെ നിന്നിട്ട് പോലും ഈ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരം മാണിക്യം ചേട്ടനൊക്കെ കൃത്യമായിട്ട് എന്നും ഇതേപോലെ തന്നെ ഉരുക്കുകയും അത്രയും കഷ്ടപ്പാട് സഹിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ അറിയണം. അപ്പോഴാണ് ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഏകദേശം രണ്ട് സൈഡിൽ ഒരേപോലെ ചൂടാണ്. എടുക്കുന്ന ആ ലോഹവും നല്ല ചൂടിലാണ് എടുക്കുന്നത്. അത്രയും ചൂടിലാണ് ഇത് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് വ്യത്യാസം വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തില്ല. ആ ഒരു സെക്കൻഡ് പോലും വ്യത്യാസം വരാതെ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഇത് വാർത്തെടുക്കുന്നത്. ഇതിൻ്റെ തുടക്കം തൊട്ട് ഇത് വാർത്ത് കിട്ടുന്നത് വരെയും നമുക്കൊരിക്കലും മുൻകൂട്ടി ചിന്തിക്കാൻ കഴിയാത്ത ഒരു വർക്കാണ് ഈ മൂശയിലുള്ള വർക്കുകൾ. ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ 2-3 ദിവസം താമസിച്ച് ഇവിടെ ഈ വീഡിയോ എടുത്തത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും നമുക്ക് കാണാം. ഇത് നമ്മൾ ഈ ഒലയിൽ വെച്ച് ഇത് ഒഴിക്കുന്നതെല്ലാം കണ്ടിരുന്നു. അതിൻ്റെ തീയും അതിൻ്റെ ചൂടും ഒക്കെ നമ്മൾ കണ്ടതാണ്.
ഇതത് കഴിഞ്ഞിട്ട് ഇറക്കി മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും ഇതിനകത്ത് നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഏകദേശം വൈകുന്നവരെ ആയാലും ഒരു 6 മണി 7 മണി ആയാൽ പോലും ഈ ചൂട് മാറത്തില്ല. അപ്പോൾ ഇത് ഇളക്കുന്ന നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഈ മണ്ണിളക്കി കഴിയുമ്പോൾ ഇതിനുള്ളിലെ പ്രഭ നമുക്ക് കാണാം. നമ്മൾ ആദ്യം ഡൈ ഇട്ട മണ്ണോ അല്ലെങ്കിൽ ഡൈയോ ഒരു സാധനവും രണ്ടാമത്തെ ഒരു വർക്കിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു വർക്കിനായിട്ടുള്ള സാധനം ഒറ്റ പ്രാവശ്യം അല്ലാതെ രണ്ടാമത് ഉപയോഗിക്കാനേ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് വെറും പൊടിയായിട്ട് അങ്ങ് മാറിപ്പോവാണ്. വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൽ വാർക്കുന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പ്രഭയുടെ പീഠമാണ്. അതിപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. മണിച്ചേട്ടാ, ഇതിപ്പോൾ ഇത്രയും നാളായിട്ടേ ഇതുവരെ ഈ വാർക്കുന്നത് ഇങ്ങനെ പിന്നെ ഉരുക്കി ഒഴിക്കുന്നത് ഇതുപോലെ തട്ടിയെടുക്കുന്നതായിട്ടൊക്കെ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് കാണുക. ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുക. ആദ്യം നിങ്ങൾ വന്ന ആരെ കൊണ്ട് കാണിച്ചു തരിക. മറ്റുള്ളവർ ആരെങ്കിലും വന്നാലും കാണിച്ചു കൊടുക്കത്തില്ല. നിൽക്കൂല, അവർ ആരും നിൽക്കത്തുമില്ല. ചൂട് കൊണ്ടും ഹീറ്റ് കൊണ്ടും പിന്നെ നമ്മുടെ ഈ തൊഴിൽ മിക്കവാറും ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ വരില്ല. ആ സമയത്ത് വരില്ല. വീട്ടിൽ പോകേണ്ടത് പറഞ്ഞാൽ ഇങ്ങോട്ട് വരികയില്ല. അപ്പം മനസ്സിലാക്കേണ്ടത്, ഇതേപോലുള്ള വീഡിയോ ആദ്യമായിട്ടാണ് പുറത്തു വിടുന്നത്. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് പൂർണ്ണമായിട്ട് ഈ വർക്ക് ഇതുപോലെ മണ്ണ് തട്ടിക്കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. തുടക്കം തൊട്ട് ഇതിൻ്റെ വർക്ക് റിസ്ക്കാണ്. അത് കഴിഞ്ഞ് കോരി ഒഴിച്ച് കഴിഞ്ഞ് വാർത്ത് ചൂടാറി മണ്ണ് പൊട്ടിച്ച് മാറ്റുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതൊരു തൂക്കുവിളക്കാണ്. തൂക്കുവിളക്കിൻ്റെ തൊടൽ ഇപ്പം ആരും ചെയ്യുന്നില്ല. ഇപ്പം സാധാരണ തൊടൽ മേടിക്കാൻ കിട്ടുന്ന തൊടലാണ് ഉപയോഗിക്കുന്നത്. ഇത് വാർത്ത തൊടലാണ്. അത് വളരെ പാടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തൂക്കുവിളക്കും അത് നമുക്ക് കാണാം. ഇതാണ് ചങ്ങല. ഇത് വളരെ കൃത്യമായിട്ടുള്ള രീതി വാർത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻ്റായി പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ റിങ്ങിലും ഹോൾസുകളുണ്ട്. ഈ ലോകം വന്ന് വീഴാൻ വേണ്ടി. ഇത്ര വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം ചെളിയിൽ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം മെഴുകുരുക്കി കളഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേരിൽ തന്നെ ഒരു വിളക്ക്. ഇതിനകത്ത് ശിലാ സന്തോഷം, നമ്മുടെ ശിലാ മ്യൂസിയത്തിന് വേണ്ടിയാണ് ശിലാ സന്തോഷം ഇതിനകത്ത് കുത്തിയിട്ടുണ്ട്. ഈ ആലയിൽ തന്നെ പല വെറൈറ്റി വർക്കുകളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലതും കണ്ടു. കിണ്ടി, വിളക്ക്, അതുപോലെ തന്നെ പിന്നെ പ്രഭ, എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്യുന്ന, വലുത് തൊട്ട് ചെറുത് വരെ. അപ്പോൾ ഇത് കൊമ്പാണ്, പഞ്ചവാദ്യത്തിനൊക്കെ വായിക്കുന്ന കൊമ്പാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പ് സെറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. ഇത് കൊമ്പ് പണിയാനുള്ള ആവശ്യമായിട്ട് ആദ്യം ഉപയോഗിച്ച സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുള്ള പണി തീർന്നിട്ടുള്ളത് നമുക്ക് കാണാം. ചേട്ടാ, ഇതിന്റെ പേരെന്തോ? ആ സാധനത്തിന്റെ പേര് കാളാഞ്ചി. ഇത് വന്നിട്ട് നടുമുറി. അതിന്റെ പേര് നടുമുറി എന്ന് പറഞ്ഞാൽ സെന്റർ ഭാഗത്തുള്ളതാണ് നടുമുറി എന്ന് പറയുന്നത്. നടുമുറി. അപ്പൊ മൂന്നാമത്തെ പീസ് ഇത് വന്നിട്ട് ഊത്തുമുറി. കെട്ടിയിട്ടാണ് വായിക്കുന്നത്. ഏകദേശം ഒരു 5 അടിയോളം വലിപ്പമുള്ള വിളക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 5 അടി വലിപ്പം. അതിന്റെ മെഴുക് പിടിച്ച് ആദ്യത്തെ മണ്ണ് പിടിച്ചേക്കുക. ഇനി ഇതിനെ പുറത്ത് ഒരു മണ്ണൂടെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ലോഹം ഉരുക്കി ഒഴിച്ചിട്ട് വാർത്തെടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഇപ്പം എല്ലാ വർക്കുകളും നമ്മുടെ ഈ ഒലയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമേ ഇത് മെഴുക് പിടിക്കുന്നതും എല്ലാം കഴിഞ്ഞിട്ട് മെഴുകാക്കി വെച്ചതിന് ശേഷം ഇതിനെ ഉരുക്കി ആ മെഴുക് തിരിച്ചെടുത്തതിന് ശേഷം ലോകം ഉരുക്കി ഇതിനകത്ത് ഒഴിച്ച് ഇന്നലെ രാത്രിയിലാണ് ഇത് ഒഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് തണുത്തിട്ടാണ് ഇത് പൊട്ടിച്ച് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ആ ഒരു ഇതാണ് കാണാൻ പോകുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് പൊട്ടിച്ചെടുക്കുന്നതായിട്ടാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കഷ്ടപ്പെട്ട ഒരു 2-3 ദിവസം എടുത്ത് വർക്ക് ചെയ്ത ഈ മണ്ണിൽ ചെയ്ത ഒരു സാധനവും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഡൈ ഒറ്റ ഒരു വിളക്കിന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് ഇവരുടെ ഒരു വലിയ കഷ്ടം. കാരണം ഇത്രയും ചൂട്, ഭയങ്കരമായിട്ട് ചൂടാണ്. ഇതിൻ്റെ വർക്കിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണിത്. കാരണം ഇത് പുറം ലോകം തിരിച്ചറിയുന്നില്ല ഇതിൻ്റെ വർക്കിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുന്ന ഈ ഒരു പീസുകൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം അടുത്തൊരു വിളക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഡിസൈനിൽ തന്നെ ഇതേപോലെ മെഴുകു പിടിച്ച് മണ്ണും മെഴുകും എല്ലാം ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വിളക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ നമ്മളിപ്പോൾ കാണുന്ന വിളക്കുകളെല്ലാം ഡൈയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് കണ്ടില്ലോ, ഇതെല്ലാം ഓരോ സൈഡും. ഇനി ഇതിനെ മിനുക്കി വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ വിളക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കത്തിക്കാൻ വന്ന വിളക്കാവുന്നത്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഐരൂർ വാസ്തുവിളക്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് വാർത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 തിരി ഇട്ടാണ് കത്തിക്കേണ്ടത്. വീട്ടിലൊത്തിരി ഐശ്വര്യം ഉണ്ടാവും. താഴെ ആമയാണ്. ഇത് തിരുവിതാംകൂറിലെ ശംഖ്, 2 ആന ഇതെല്ലാമാണ്. ഏകദേശം 100 വർഷത്തോളം പഴക്കം ഇതിനുണ്ട് ഈ വിളക്കിന്. അപ്പോൾ ഇത് ഈ കുടുംബത്തിൻ്റെ പഴയ വിളക്കാണ്. ഇത് നമ്മുടെ ശിലാ മ്യൂസിയത്തിന് വേണ്ടി നമ്മൾ ഏറ്റുവാങ്ങുക. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൽ ഇത് കത്തിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും റെയറായിട്ടൊരു വിളക്കാണ്. അത് കൃത്യമായിട്ട് ഇവർ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ കുടുംബമാണ് ഈ വിളക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇത് പുതുതായിട്ട് പണിത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ പ്രകാരം ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇത് ചെയ്തു തരും. അത് ഓരോ വർക്കും, ഒരു വർക്ക് ചെയ്യുന്നത് ആ ശില്പത്തിൻ്റെ കഴിവ് ഒരാളുടെ മാത്രമാണ്. അടുത്ത വർക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത കരങ്ങളിൽ വിരിഞ്ഞു വരുന്നതാണ്. അല്ലാതെ മോൾഡിങ് വർക്കേ അല്ല, കൈ കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇത് ഏറ്റുവാങ്ങുക. ഇതുപോലെ അസാധ്യമായിട്ട് കഴിവുള്ള നമ്മുടെ മണിച്ചേട്ടന് ശിലാ മ്യൂസിയത്തിൻ്റെ ഒരു ആദരവ് കൊടുക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലാണ് ഇതേപോലുള്ള വലിയ വലിയ കലകൾ. ഏറ്റവും വലിയൊരു അത്ഭുത സംഭവം ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. മാക്സിമം ഒരു 1-2ആഴ്ചക്കകത്ത് അത് പുറം ലോകം അറിയും. അത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ആദരവ് നമ്മുടെ ശിലാ മ്യൂസിയത്തിൻ്റെ വകയായിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ ഇവരുടെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ള് ഈ 3 ദിവസം താമസിച്ച് തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലുള്ള കലകളും അല്ലെങ്കിൽ ഇതേപോലുള്ള പൈതൃകമായിട്ടുള്ള എല്ലാം നിന്നു പോവുകയാണ്. കാരണം അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നിന്നു പോകുന്നത്. അതിനെയൊക്കെ മാക്സിമം നമ്മൾ വിചാരിച്ചാൽ സംരക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ വിളിക്കാം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ ആ കുടുംബം, ഇതേപോലുള്ള കുടുംബങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. ക്യാമറമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.